ഒരു കാലത്ത് സമ്മർ പാലസ് എന്നറിയപ്പെട്ടിരുന്ന, എന്നാൽ ഇന്ന് അമ്മച്ചി കൊട്ടാരം എന്ന പേരിൽ കൂടുതൽ പേരറിയുന്ന കുട്ടിക്കാനത്തെ ആ പഴയ കൊട്ടാരത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അമ്മച്ചി കൊട്ടാരത്തിലേക്കുള്ള പ്രവേശന കവാടമാണിത്. ആദ്യ കാഴ്ചയിൽ തന്നെ ഈ ഒരു സ്ഥലത്തിന്റെ ആംബിയൻസ് അല്ലെങ്കിൽ നിഗൂഢത എന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ. ഈ കവാടത്തിൽ നിന്നും 2 വഴികളുണ്ട് കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരാൻ. ഒന്നാമത്തെ വഴിയിലൂടെ നമുക്കിപ്പോൾ പോകാം. ഇതാണ് ആദ്യത്തെ വഴി, അമ്മച്ചി കൊട്ടാരത്തിന്റെ പുറകുവശത്തേക്ക് ചെല്ലുന്ന വഴി. ഒരു ഒഫീഷ്യൽ ടൂറിസ്റ്റ് സ്പോട്ട് അല്ലെങ്കിലും ചരിത്രം ഇഷ്ടപ്പെടുന്നവരെ, ചരിത്രത്തെ ആവേശത്തോടെ സമീപിക്കുന്നവരെ, പഴമ ആസ്വദിക്കുന്നവരെയൊക്കെ മാടി വിളിക്കുന്ന ഒരു പഴയ കൊട്ടാരമാണിത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കൊട്ടാരം. എന്നാൽ നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആ പഴമയുടെ ഗന്ധവും സ്പർശവുമൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അനുഭവിച്ചു തന്നെ അറിയാം. ഈ കാണുന്നതും ഈ വേലിക്കപ്പുറത്തുള്ളതുമെല്ലാം കൊട്ടാരത്തിന്റെ ഭാഗം തന്നെയാണ്. കൊട്ടാരവും ചുറ്റുപാടും എല്ലാം കൂടെ അങ്ങനെ ആകെ മൊത്തം 25 ഏക്കറോളം സ്ഥലമുണ്ട്. 18-ാം നൂറ്റാണ്ട് വരെ ചങ്ങനാശ്ശേരി രാജവംശത്തിന്റെ കീഴിലായിരുന്നു ഈ പ്രദേശമൊക്കെ. എന്നാൽ പിന്നീട് 1756 തിരുവിതാംകൂർ രാജാവ് ചങ്ങനാശ്ശേരി പിടിച്ചടക്കിയതോടെ ഈ ഭാഗമൊക്കെ തിരുവിതാംകൂർ സാമ്രാജ്യത്തിന്റെ കീഴിലായി മാറി. എന്നാൽ നാളുകൾക്ക് ശേഷം തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് കൊട്ടാരം പണികഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. 1885 മുതൽ 1924 വരെ അദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചു. കാട്ടിലൂടെയുള്ള യാത്രയും നായാട്ടുമൊക്കെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം നായാട്ടിനൊക്കെ പോകുന്ന സമയത്ത് ഒരു താൽക്കാലിക വസതിയായി തിരഞ്ഞെടുത്ത സ്ഥലമായിരുന്നു ഇത് പിന്നീട് ഒരു വേനൽക്കാല വസതിയായി മാറി. 1924 അദ്ദേഹത്തിന്റെ മരണശേഷം തിരുവിതാംകൂറിന്റെ റീജൻ റാണിയായി റാണി സേതു ലക്ഷ്മിബായി ഭരണം തുടങ്ങി. അന്ന് രാജാവാകേണ്ടിയിരുന്ന ശ്രീ ചിത്ര തിരുനാൾ രാജാവിന് 12 വയസ്സ് മാത്രം പ്രായമായിരുന്നതുകൊണ്ടാണ് സേതു ലക്ഷ്മിബായി ഭരണം ഏറ്റെടുത്തത്. ഒരു വേനൽക്കാല വസതി എന്നോണം ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ അവർ ഇവിടെ താമസിച്ച് ഭരണം നടത്തി. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭാര്യമാരെ അന്നൊക്കെ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നത് അമ്മച്ചി എന്നായിരുന്നുവെന്നും അങ്ങനെയാണ് അമ്മച്ചി വാണ കൊട്ടാരം അമ്മച്ചി കൊട്ടാരമായി മാറിയതെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇതല്ല യഥാർത്ഥ അമ്മച്ചി കൊട്ടാരമെന്നും സേതു ലക്ഷ്മിബായിക്ക് ശേഷം ഭരണത്തിലെത്തിയ ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് അമ്മ മഹാറാണിക്കായി പണിത് കൊടുത്ത വേറൊരു കൊട്ടാരമുണ്ട്, അതാണ് യഥാർത്ഥ അമ്മച്ചി കൊട്ടാരമെന്നും പറയപ്പെടുന്നു. ഇത് സമ്മർ പാലസ് മാത്രമായിരുന്നുവെന്നും വാദിക്കുന്നവരുണ്ട്. എന്തായാലും ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവും കുറെ വർഷം വേനൽക്കാല വസതിയായി ഇവിടം ഉപയോഗിച്ചു. എന്നാൽ അതിനൊക്കെ ശേഷം പിന്നീട് രാജകുടുംബം സ്വകാര്യ വ്യക്തികൾക്കായി ഇവിടം കൈമാറുകയായിരുന്നു. മുൻപ് നമ്മൾ കുട്ടിക്കാനത്തുള്ള കുതിരയെ അടക്കം ചെയ്തിരിക്കുന്ന പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നല്ലോ. അതിൽ പറയുന്ന JD മൺട്രോ എന്ന സായിപ്പാണ് ഇത് രൂപകൽപ്പന ചെയ്തതെന്നും പറയപ്പെടുന്നുണ്ട്. പുറമെ കേരള തനിമയിലാണെങ്കിലും ഉള്ളിൽ പാശ്ചാത്യ ശൈലി അവലംബിച്ചിരിക്കുന്നത് കൊണ്ടുകൂടിയാണ് ഈ വാദത്തിന് ഏറെ പ്രചാരം. കാട്ടിനുള്ളിലായതുകൊണ്ട് തന്നെ റോപ്പ് വേ വഴിയൊക്കെ സാധനങ്ങൾ എത്തിച്ചാണ് ആ കാലത്ത് ഇത് നിർമ്മിച്ചതെന്നും കഥയുണ്ട്. ഒരുപാട് മലയാളം, തമിഴ് ചലച്ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുമായിരുന്നു ഇവിടം. അറിയപ്പെടാത്ത രഹസ്യം, താവളം, ഇന്ദ്രിയം, പൈലറ്റ്, പാളയം, സമ്മർ പാലസ്, കാർബൺ, ലൂസിഫർ ഇതൊക്കെ ആ നീണ്ട ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. കൂടുതലും ഹൊറർ ചിത്രങ്ങളുടെയൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു ഇത്. ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇടമായാണ് ഇന്ദ്രിയത്തിലും സമ്മർ പാലസിലും കാർബണിലുമൊക്കെ ഈ സ്ഥലത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാർബൺ എന്ന 2018 ചലച്ചിത്രത്തിലാണ് ഈ കൊട്ടാരത്തിന്റെ മുഴുവൻ സൗന്ദര്യവും നമുക്ക് ആസ്വദിക്കാനാവുക. ഒരു തരത്തിൽ ഈ കൊട്ടാരം തന്നെ ഒരു കഥാപാത്രമായി ആ ചിത്രത്തിൽ മാറുന്നുണ്ട്. വേണു എന്ന സംവിധായകനും KU മോഹനൻ എന്ന ഛായാഗ്രഹകനും മനോഹരമായി ഫ്രെയിമുകൾ പകർത്തിയെടുത്തിട്ടുണ്ട്. മഞ്ഞിനാൽ മൂടപ്പെട്ട് നിൽക്കുന്ന ഈ കൊട്ടാരത്തിന് മുൻപിൽ ഫഹദ് ഫാസിലിന്റെ കഥാപാത്രം നിൽക്കുന്ന ഈ രംഗമൊക്കെ മറക്കാൻ സാധ്യതയില്ല. ലൂസിഫറിലേക്ക് വരുമ്പോൾ കാട്ടിനുള്ളിലെ ഒരു ഒറ്റപ്പെട്ട അടഞ്ഞു കിടക്കുന്ന ഫാക്ടറിയായി ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടമാണ്. ലാലേട്ടന്റെ സൂപ്പർ സംഘട്ടന രംഗമൊക്കെ ഇവിടെയാണ് ചിത്രീകരിച്ചത്. ചിത്രത്തിൽ ലോറി കിടക്കുന്നതായി കാണിക്കുന്നതൊക്കെ ഈ ഭാഗത്താണ്. ഇവിടെ പ്രത്യേക സെറ്റൊക്കെ അതിനായി ഒരുക്കിയിരുന്നു. കുറച്ചുനാൾ മുമ്പ് വരെ സെറ്റിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാമായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കൊട്ടാരം ഇന്ന് ഏറെക്കുറെ തകർന്ന നിലയിലാണ്, ജീർണാവസ്ഥയിലാണ്. വശങ്ങളിലൊക്കെ ഈ ഭാഗത്തോട്ടൊന്നും പോകാൻ തന്നെ പറ്റാത്ത തരത്തിൽ കാട് കയറി കിടക്കുന്നതും കാണാം. പുറത്തുള്ള ചില പൊട്ടിപ്പൊളിഞ്ഞ ജനാലകളിലൂടെയും
വാതിലുകളിലൂടെയുമൊക്കെ അകത്തേക്ക് നോക്കുമ്പോഴും കാണുന്ന കാഴ്ച ഇതൊക്കെ തന്നെയാണ്. മരക്കഷ്ണങ്ങളും പലകകളും പല പണിയായുധങ്ങളുമൊക്കെ അവിടെ ഇവിടെയും ചിതറിക്കിടക്കുന്നു. ഒരു വശത്തായിട്ട് ഈ കാഴ്ച കണ്ടു. എന്തുകൊണ്ടാണ് ഇതിവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക. ഈ പടിക്കെട്ടിനിപ്പുറം ഈ കാണുന്ന വലിയ വാതിലാണ് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കവാടം. കൊട്ടാരത്തിനകത്ത് ഇപ്പോൾ ക്യാമറ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. എന്നാൽ മുൻപ് വന്ന സമയത്ത് ക്യാമറ ഉപയോഗിക്കാൻ അനുവാദമുണ്ടായിരുന്നെന്ന് ഓർക്കുന്നു. പണ്ട് രാജസഭ കൂടിയിരുന്ന അസംബ്ലി ഹോളാണിത്. അതിൻ്റെ ഒരു വശത്തായി തന്നെ അവരന്ന് ആ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന നെരിപ്പോടൊക്കെ കാണാം. ഈ ഭാഗത്തിനപ്പുറം ക്യാമറ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അറിയിച്ചതിനാൽ ഉള്ളിലുള്ള കാഴ്ചകളൊന്നും പകർത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്യാമായിരുന്നു. അന്ന് പക്ഷെ നമുക്ക് വ്ളോഗിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അകത്തോട്ട് പോകുമ്പോൾ 4 കെട്ടും നടുമുറ്റവും ഒക്കെ കാണാം. 3 ബെഡ്റൂമുകളും ഉണ്ട് ഉള്ളിൽ. രാജാവിനും രാജ്ഞിക്കുമുള്ള മുറികളും തോഴിമാർക്കുള്ള മുറിയും ഒക്കെ വേറെ കാണാം. 2 ഹോളുകളും അടുക്കളയും ഡൈനിങ് റൂമും സ്റ്റോർ റൂമും വലിയ വരാന്തയും നടവഴിയും ഒക്കെയായി നല്ല കുറെ കാഴ്ചകൾ കൊട്ടാരത്തിനുള്ളിലുണ്ട്. പണ്ട് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഇറ്റാലിയൻ മാർബിളും തറയോടുകളുമൊക്കെ ഇന്നും നമുക്കിവിടെ കാണാം. മരപ്പലകകൾ കൊണ്ടാണ് മച്ചുകളൊക്കെ പണിതിരുന്നത്. കേരളീയ ശൈലിയോടൊപ്പം തന്നെ പാശ്ചാത്യ നിർമ്മാണ രീതിയും നമുക്ക് നേരിൽ കാണാം. കൊട്ടാരത്തിനുള്ളിലുള്ള 2 സീക്രട്ട് പാസേജുകൾ ഏറെ വിസ്മയിപ്പിക്കുന്നതാണ്. കൊട്ടാരത്തിനുള്ളിൽ തന്നെ പല ഭാഗത്തേക്ക് പോകാനും പെട്ടെന്ന് രക്ഷപ്പെടാനുമായിട്ടൊക്കെ ഒന്ന്. മറ്റേ ഭൂഗർഭപാത എന്ന് പറയുന്നത് കൊട്ടാരത്തിനുള്ളിൽ നിന്നും പീരുമേടുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വരെ എത്തിച്ചേരാനും കഴിയുന്ന തരത്തിലായിരുന്നു. എന്നാൽ ഇന്നത് അടഞ്ഞ നിലയിലാണ്. ഇതിന്ന് തുറന്നു കിടന്നാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അപകടങ്ങളൊക്കെ മാനിച്ചാണ് അടച്ചിട്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു വഴികാട്ടിയായിട്ട് പഴയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രായമുള്ള മനുഷ്യൻ ഇവിടെയുണ്ട്. ധർമ്മലിംഗം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇവിടുത്തെ വാച്ച്മാനാണ്. അദ്ദേഹവും കുടുംബവും മാത്രമേ ഇപ്പോൾ ഇവിടെ താമസമുള്ളൂ. പുറത്തു വന്ന ശേഷം മുൻപ് ഞാൻ പറഞ്ഞ പോലെ കൊട്ടാരത്തിന് മുന്നിൽ എത്തിച്ചേരാൻ കഴിയുന്ന മറ്റേ വഴിയിലൂടെ ഒന്ന് സഞ്ചരിക്കാമെന്ന് തീരുമാനിച്ചു. ആ കാഴ്ചകൾ നമുക്ക് കാണാം. റൈഡേഴ്സായി ഒക്കെ വരുന്നവരാണ് കൂടുതലും ഈ വഴിയിലൂടെയൊക്കെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു കാലത്ത് കുതിരവണ്ടികളും രാജരഥങ്ങളും ഒക്കെ ഒരുപാട് സഞ്ചരിച്ചിരുന്ന വഴിയാണിത്. നൂറ്റാണ്ടുകൾക്കിപ്പുറം നമ്മൾ സഞ്ചരിക്കുമ്പോഴും ആ പഴയ പ്രതാപകാലത്തിന്റെ മാറ്റൊളികൾ ഇവിടെ അനുഭവിച്ചറിയാം. അങ്ങനെ ഈ വഴിയിലൂടെ നമ്മൾ കൊട്ടാരത്തിന് മുൻപിലെത്തി. കുറേ വലിയ മരങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. ഇവിടെ വന്നപ്പോഴെല്ലാം തന്നെ മിക്കപ്പോഴും ഈ മരത്തിലൊക്കെ വലിഞ്ഞു കയറുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ചിത്രങ്ങൾ എടുക്കാനും കാറ്റുകൊണ്ടിരിക്കാനും ഒക്കെയായി മരത്തിന്റെ ഒക്കെ ചുവട്ടിലും ചുറ്റുമൊക്കെയായി വേസ്റ്റ് ഇട്ടിരിക്കുന്നത് കാണാം. ഈ സ്ഥലത്തിന്റെ സൗന്ദര്യത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണിതെന്ന് നമുക്കറിയാമല്ലോ. ഇവിടെ വരുന്നവർ അത് ഒഴിവാക്കാനായി ദയവായി ശ്രദ്ധിക്കുക. ഇവിടെ വരുന്ന എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാറുണ്ട് ഈ പൂക്കൾ. ഇതിന്റെ മുന്നിൽ നിന്ന് ആളുകൾ ചിത്രങ്ങളും എടുക്കാറുണ്ട്. മുൻപൊക്കെ ഇവിടെ വന്ന സമയത്ത് നല്ല മഞ്ഞുണ്ടായിരുന്നു. ഇന്നും മഞ്ഞൊന്നുമില്ലെന്നും ചിന്തിച്ചിരുന്ന സമയത്താണ് പെട്ടെന്ന് മഴ വന്നത്. മഴയത്തുള്ള അമ്മച്ചി കൊട്ടാരത്തിന്റെ കാഴ്ച എന്തായാലും ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. വലിയ മരത്തിന്റെ തണലിലൊക്കെയാണ് നിന്നതെങ്കിലും അത്യാവശ്യം നന്നായിട്ട് നനഞ്ഞു. കുറച്ചു നേരമൊക്കെ ആ മഴയത്ത് അങ്ങനെ നിന്നു. മഴയൊന്ന് കുറഞ്ഞ സമയത്ത് വണ്ടിയെടുത്തു. അമ്മച്ചി കൊട്ടാരത്തിന്റെ ലൊക്കേഷൻ ഒട്ടുമിക്ക ആളുകൾക്കും കൃത്യമായി അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഡിസ്ക്രിപ്ഷനിൽ റൂട്ടും ഗൂഗിൾ മാപ്പിലുള്ള ഡയറക്ഷനും കൊടുത്തിട്ടുണ്ട്. കോട്ടയം കുമളി റൂട്ടിൽ കുട്ടിക്കാനത്തിന് മുമ്പായി മെയിൻ റോഡിൽ നിന്നും 1 കിലോമീറ്റർ മാറിയാണ് അമ്മച്ചി കൊട്ടാരം. വഴി സംശയമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ജസ്റ്റ് ഒന്ന് നോക്കുക. കാരണം അമ്മച്ചി കൊട്ടാരത്തിൽ പോകാനുള്ള ബോർഡുകളൊന്നും തന്നെ എങ്ങും വഴിയിലൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അമ്മച്ചി കൊട്ടാരത്തിൽ നിന്നും തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര അടിപൊളിയായിരുന്നു. നല്ല മഞ്ഞും തണുപ്പും കാറ്റും ഒക്കെ ആയി. മുമ്പോട്ട് കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ വണ്ടികളൊക്കെ നിർത്തി നല്ല തിരക്കൊക്കെ കണ്ടു. നോക്കിയപ്പോൾ അവിടെ നമുക്കായി പ്രകൃതി നല്ലൊരു വ്യൂ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം അവിടെ നിന്ന് ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു. വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ അവിടെ നിർത്തി ചെറിയൊരു ബ്ലോക്കൊക്കെ തന്നെ അവിടെ ഉണ്ടായി എന്ന് പറയാം. അതുവഴി പോയ ബസ്സുകൾ പോലും യാത്രക്കാർക്ക് ഈ കാഴ്ച ആസ്വദിക്കാനായി ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ല സൂപ്പർ വൈബായിരുന്നു അവിടെ. കുറച്ചേറെ നേരം അവിടെ നിന്നു. അതിനുശേഷം പതിയെ വണ്ടിയെടുത്ത് മുൻപോട്ട് പോയി. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ യാത്രകൾ അവസാനിക്കുന്നില്ല. പുതിയ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി.